നോക്കുകയാണെങ്കിൽ ഇത് ആർക്ക് കൊടുക്കണം വെച്ചാൽ നമ്മൾ PCOD PCOS ഉള്ള സ്ത്രീകളെയാണ് നമ്മൾ നോക്കി നിർത്താറുള്ളത്. ശരിക്കും അവർക്കുള്ളതല്ല, അവർക്ക് കൊടുക്കണം, അവർക്കുള്ളതാണെന്ന് പറയുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഒരു മകള് കല്യാണം കഴിക്കാനായിട്ടുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ അടുപ്പിച്ചൊക്കെ ടൈമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് സ്ഥിരം എന്തായാലും നിർബന്ധമായിട്ട് വാങ്ങി കൊടുക്കേണ്ട സാധനം. കാരണം മക്കളെ കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ 2-3 മാസം കഴിക്കുന്ന സമയത്ത് ഉമ്മയും ആളുകളൊക്കെ ചോദിക്കാനൊന്നും ഇതിൻ്റെ വിശേഷത്തൊന്നും ഇരിക്കും. വിശേഷം നമുക്ക് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ആ വിശേഷത്തിന് ശേഷം കുറേ ടെൻഷൻ ഉണ്ടാവും. കുട്ടി എങ്ങനെ ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇല്ലേ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ടെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല ആരോഗ്യമുള്ള അണ്ടം ഉണ്ടാകുക. രണ്ട് സംഗതികൾ ചേർന്നിട്ട് ഒരു കുട്ടി ഉണ്ടാകുന്നത്, ബീജവും അണ്ടവും ചേർന്ന് ഭ്രൂണമായിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത്. ആരോഗ്യമുള്ള ഒരു ബീജവും അണ്ടം ഉണ്ടാണെങ്കിൽ ആരോഗ്യമുള്ള ഓവറിയും ആരോഗ്യമുള്ള ഗർഭപാത്രവും വേണം. അതിന് സഹായിക്കുന്ന പ്രൊഡക്റ്റാണ്. ആദ്യം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഓവറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, PCOD PCOS പോലുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഗർഭപാത്രത്തിന് മുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ എന്ന് പറയുന്നത് ആർക്കുള്ള PCOD വേണ്ടിയിട്ടുള്ള ആണോ? ഞാൻ ഇതിനു മുമ്പേ തൊടുപുള്ളിൽ വെച്ചിട്ട് നമ്മുടെ സാദിക് സാറ് ട്രെയിനിങ് എടുത്ത സമയത്ത് അന്ന് അവിടുന്ന് ഞാൻ ഇതിനെ കുറച്ച് വളരെ ഡീറ്റെയിൽ സംസാരിച്ചു. അന്ന് കുറച്ച് ഫുൾ ലേഡീസ് ആയിരുന്നു അവിടെ. ഇന്ന് സംഘടന ഉള്ളത് കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന കേസ് തന്നെയാണ്. എങ്കിലും അവിടെ സംസാരിച്ച സമയത്ത് പറഞ്ഞത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി ഗർഭപാത്രം പ്രസവിക്കാനുള്ള ഒരാൾക്ക് കുട്ടികളെ കഴിഞ്ഞതിൻ്റെ ആവശ്യമില്ല. പീരീഡ്സ് 2 കുട്ടികളൊക്കെ ആയി, അല്ലെങ്കിൽ 3 കുട്ടികളായി, സംഗതിയൊക്കെ കഴിഞ്ഞ് ഇനി എന്തിനാ പീരീഡ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റം, ഈ പ്രോസസ്സ് നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചിന്തകളുണ്ടാവും. ഗർഭപാത്രത്തിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ശരീരത്തിന്റെ ബാലൻസിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞ തൈറോയ്ഡ് ഗ്രന്ഥി എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനാണ് ഗർഭപാത്രം. ഇവിടെ പ്രസവിക്കാനുള്ള ഓർഗൻ അല്ലത്. ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നതിന് വളരെ പ്രാധാന്യം വരുന്ന സാധനമാണ് ഗർഭപാത്രം. അത് അറിയണമെങ്കിൽ നിങ്ങൾ ഗർഭപാത്രം റിമൂവ് ചെയ്ത സ്ത്രീകളോട് ചോദിച്ചാൽ മതി അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അവരെ സംബന്ധിച്ചിടത്തോളം മുട്ടുവേദന, ഊരവേദന കോംപ്ലിക്കേഷൻ തന്നെയായിരിക്കും. AC ഇരുന്നാൽ പോലും പറയും ചൂട് എന്ന് പറയും. അവർക്ക് സഹിക്കാൻ പറ്റും, ചൂട് സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതം യാതനയാണ്. ആ യാതന ഇല്ലാതെ ജീവിക്കണമെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം പെർഫെക്റ്റ് ആയിരിക്കണം, ഓവറി പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് സഹായിക്കുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റായിരിക്കും. ഇനി ഇത് കഴിക്കണം ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല. നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ശരീരത്തിലുള്ള നല്ല പോഷകങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഇതിനകത്ത് അടങ്ങിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മാത്രം പറയും, ഒരുപാട് കണ്ടന്റുകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കായ. നമ്മൾ സാമ്പാറും രസമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്ഥിരമായിട്ട് കായൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇത് കഴിക്കണമെന്നില്ല. അമ്മിയിൽ അരച്ച കറിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ, തേങ്ങയും മഞ്ഞളും മുളകൊക്കെ അമ്മിയിൽ അരച്ചാണ് കഴിക്കുന്നെങ്കിൽ ഇത് കഴിക്കണമെന്നില്ല. അവസാനം തൈകലത്ത് കഴിക്കുന്ന ആളുകൾ കഴിക്കണമെന്നില്ല, ഇത് കഴിക്കുന്ന തൈകലത്ത് കഴിക്കണമെന്നില്ല. രണ്ടും ഏകദേശം കോമ്പിനേഷൻ കണക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ജീവിത സാഹചര്യം മാറിയത് കൊണ്ടാണ് നമുക്ക് വേണ്ട പോഷകങ്ങൾ നന്നായി കിട്ടിയും ദഹന പ്രക്രിയ ക്ലിയർ ആകാനൊക്കെ സഹായിച്ച സാധനങ്ങളൊക്കെ ഇത്. കായ എന്ന് പറഞ്ഞാൽ ദഹനം ക്ലിയർ ആകും. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് മുകളിൽ കുറച്ച് രസത്തിന്റെ പുളിയല്ല ഗുണം ചെയ്യുന്നതാണ് അവിടെ കായം നന്നായി ദഹനത്തിന് സഹായിക്കും. കൊഴുപ്പ് അടിഞ്ഞു കൂടുതൽ ഇല്ലാതാക്കാൻ സഹായിക്കും. സ്ത്രീകളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഓവർ ബ്ലീഡിങ്ങിനെ തടയും. നേരത്തെ പ്രസവിച്ചു എന്ന് പറയും. 7ാം മാസം പ്രസവിച്ചു എന്ന് പറഞ്ഞില്ലേ. കായം സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് കായുണ്ട്, അതുപോലെ അശ്വഗന്ധയുണ്ട്, കന്മതുണ്ട്. കന്മതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സിനിമ അല്ല കേട്ടോ. കന്മതം ഇവിടുത്തെ കന്മതം എന്ന് പറഞ്ഞാൽ കരിങ്കലിൽ നിന്ന് കിട്ടുന്ന പോഷകമാണ്. കരിങ്കലിൽ നമുക്ക് പണ്ട് പോഷകം കിട്ടിയിട്ട് അമ്മി കൂടെ അരച്ച അമ്മിയൊക്കെ നെഞ്ഞ് പറ്റിയ പോലെ കുഴിച്ചിട്ടുണ്ടാവും ചിലവൊക്കെ അല്ലേ. വയറൊക്കെ പറ്റിയ പോലെ കുഴിച്ചിട്ടുണ്ടാവും. ആ ബാക്കിയുള്ള മുഴുവൻ അമ്മിയും എവിടെയാണ് പോയത്? അതുകൊണ്ട് തന്നെ ഫുൾവിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫുൾവിക് ആസിഡ് നന്നായി കിട്ടിയ ഒരു ഘടകമാണെന്ന് അമ്മി. ഇപ്പം അമ്മി എടുത്ത് കണ്ടത്ത് കൊണ്ടിട്ട് മിക്സിയിൽ അരക്കൽ, അതുകൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ നേരത്തെ ഉള്ള ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നിർബന്ധമുള്ള സാധനം സൈക്കിളാണ്. ഇനി ഇത് ആളുകളുടെ ഒരു പ്രശ്നം, ഇത് കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതിന് കഴിക്കുന്ന ബുദ്ധിമുട്ട് മീൻസ് കുറച്ച് റേറ്റ് കൂടുതലാണ് അല്ലേ. ഏകദേശം ഒരു മാസം കഴിക്കുന്ന 95 അതേ റേറ്റാണ്. സാധനം കുഞ്ഞനാണ്. അതിൻ്റെ അമ്മ ചെയ്യുന്നല്ലോ അതിൻ്റെ വില 5,000. അപ്പോൾ ഒരു മാസത്തേക്ക് 2 ബോട്ടിൽ വേണം. രാവിലെ രാത്രിയാണ്. 30 ക്യാപ്സൂളാണ് ഒന്നിനകത്ത് ഉണ്ടാവുക. എല്ലാവരും ധാരണ ദിവസം 1 30 ദിവസത്തേക്കല്ല. 30 ക്യാപ്സൂൾ ആണെങ്കിൽ അത് 15 ദിവസത്തേക്കാണ്.
നിങ്ങൾക്ക് ഒന്നിച്ച് ഇത്തരം സാധനത്തിൽ ക്യാപ്സൂൾ സാധാരണ വെള്ളാണ്ടൊക്കെ പോലത്തെ ക്യാപ്സൂളിൻ്റെ കവറിൽ ഒരു മാസത്തേക്കുള്ള ഒന്നിച്ച് തന്നിട്ട് 3300 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇട്ടും അങ്ങോട്ട് അടുക്കില്ല. അത് ഹൈപ്പർ മാർക്കറ്റിൽ ഡ്രൈ ഫ്രൂട്ട് വിൽക്കാൻ വെച്ച പോലെയാണ്. ഹൈപ്പർ മാർക്കറ്റ് ഡ്രൈ ഫ്രൂട്ട് വിൽക്കാൻ വെക്കുക 100 ഗ്രാമിന് 450 രൂപ, കിലോന് 4500 ചോദിക്കാൻ പറ്റാൻ തോന്നില്ല. നമുക്ക് ഒരു കിലോ 4500 രൂപ ചോദിക്കുമല്ലോ, പിന്നെ ചോദിക്കുമല്ലോ 100 തരുമോ ചോദിക്കുമോ? ഇല്ല. എന്നാൽ 100 ഗ്രാം ചെയ്യുന്ന 450 ചെയ്യാൻ ഒരു 50 ഗ്രാം തരുമോ ചോദിക്കേണ്ട ധൈര്യം നമുക്കുണ്ടാവും. ആ ധൈര്യത്തിന് വേണ്ടിയാണ് 30 ക്യാപ്സൂളാക്കി 1650 തരുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇത് യഥാർത്ഥത്തിൽ PCOD PCOS സ്ത്രീകൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ്. അതേപോലെ നല്ല കുട്ടികളൊക്കെ ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റുന്ന, ഇനി ഓവറിക്കൊന്നും ഡാമേജ് വരരുത്, ഗർഭവാസത്തിന് ഡാമേജ് വരരുത് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കേണ്ട ഒരു സാധനം. ഓക്കെ.